ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. അപ്പോൾ ഞങ്ങളിതാ രാവിലെ തന്നെ കുർബാനയ്ക്കായിട്ട് ഇറങ്ങാണ്. ഇന്ന് സൺഡേ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ എടുക്കുന്ന വ്ളോഗാണ്. അപ്പോൾ പള്ളിയിലേക്ക് പോകേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് എത്തി. ഇനി എനിക്ക് കിച്ചണിലേക്ക് കിടക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കിച്ചണിൽ കിടന്ന് എന്തെങ്കിലും തട്ടിക്കൊട്ടണം. അപ്പോൾ കിച്ചണിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഞാൻ ഇതാ കിച്ചണിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് എഗ് റോസ്റ്റും അതോടൊപ്പം തന്നെ പൊറോട്ട കേട്ടോ. പൊറോട്ട എന്ന് പറയുമ്പോൾ ഇതാ നമുക്ക് ഇങ്ങനത്തെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇത് ഇവിടുന്ന് ഗോരഖ്പൂരിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്തുള്ള സ്ഥലമാണ് ഗോരഖ്പൂർ. അപ്പോൾ അവിടെ മലയാളീസിൻ്റെ കടയുണ്ട്. അപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് നമുക്ക് മലബാർ പൊറോട്ടയുടെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇത് ഇരിക്കട്ടെ വെച്ചു. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തവയമ വെച്ചൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് പൊറോട്ടയും അതുപോലെ തന്നെ എഗ് റോസ്റ്റും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ എഗ് റോസ്റ്റിനായിട്ട് ഞാൻ ഇവിടെ 4 മുട്ട കഴുകി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും ചേർത്ത് ഞാൻ അത് പുഴുങ്ങാൻ വെക്കണം. അതിനുശേഷം ഞാൻ 2 സബോള, തക്കാളി, അതുപോലെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ സബോളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം സബോളേനെ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗ്രേവിക്ക് ഇത്തിരി കൂടെ ഒരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതോർത്തിട്ട് ഞാൻ കൊച്ചു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിലൊരു പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. അങ്ങനെ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി കറിവേപ്പില എടുക്കുന്നുണ്ട് നമുക്ക് റോസ്റ്റിലേക്ക് ചേർക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയുണ്ട്. അപ്പോൾ അത് ഞാൻ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മുട്ടയൊക്കെ തൊണ്ട് കളഞ്ഞെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ച് ഞാൻ നമുക്ക് കറി ഉണ്ടാക്കേണ്ട മുട്ട റോസ്റ്റ് ഉണ്ടാക്കേണ്ട പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ മുട്ട റോസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ മുട്ടകൾ ഞാൻ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു തിരീശ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 3 പൊടികളും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവിടേക്കൊക്കെ ഒന്നായി കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സബോള, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചതച്ചത് അതെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി അത് വഴറ്റിയെടുക്കണം വേഗത്തിൽ തന്നെ. അപ്പോൾ തക്കാളി വഴന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം മുട്ട റോസ്റ്റിലേക്ക് ഒഴിക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ സബോളയൊക്കെ ഇവിടെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നമുക്ക് തക്കാളി വേഗത്തിൽ കുക്കായി കിട്ടാനായിട്ട് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശകല മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാലയുടെ പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഫ്ലേവറിനായിട്ട് ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചത് സെപ്പറേറ്റ് ഞാൻ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്ക് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഇട്ട് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കും. നമ്മളൊഴിച്ച വെള്ളമൊക്കെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത എഗ്ഗും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കും. അതാണ് നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ശകലം ഗ്രേവി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊറോട്ടയ്ക്ക് കഴിക്കാനായിട്ട് ഇത്തിരി ഗ്രേവി വേണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ശകലം ഗ്രേവിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നീക്കി വെച്ചിട്ട് വേഗത്തിൽ പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം.
പൊറോട്ട റെഡിയാക്കാനായിട്ട് ഞാൻ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവയൊന്ന് ചൂടാകട്ടെ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പൊറോട്ടയാണ്. മലബാർ പൊറോട്ട എന്ന് എഴുതിയിട്ടുണ്ട്, ടേസ്റ്റി ഫ്രഷ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ പൊറോട്ട. നമുക്ക് ഒരു പാക്കറ്റിനകത്ത് 5 എണ്ണം, ഒരു പാക്കറ്റിനകത്ത് നമുക്ക് 5 എണ്ണം കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയേക്കണം. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഓൾറെഡി ഹാഫ് കുക്കായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ തവയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ എന്താ തവയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊറോട്ട എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പാൻ ചൂടായി കഴിയുമ്പോൾ വെച്ച് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് ഉണ്ടാക്കട്ടെ. വേണമെങ്കിൽ 2 എണ്ണം വെച്ച് കൊടുക്കാൻ നോക്കട്ടെ, സ്ഥലമുണ്ടോ. ജോലി വേഗം കഴിയാനായിട്ട് ഞാൻ 2-3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ തവയാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഗുണങ്ങളുണ്ട്. ഒരു പാക്കറ്റും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെ പൊട്ടിച്ചെടുക്കണം. 2 പാക്കറ്റ് വാങ്ങിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇതും കൂടെ പൊട്ടിക്കിട്ടാൻ ഇതിനകത്ത് ഒരു ഷീറ്റ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഇല്ല കേട്ടോ, ചിലതിനൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇവിടെ ചേട്ടൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചക്കലത്തേക്ക് മീൻകറി ഉണ്ടാക്കണം. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ പാൽ പിഴിഞ്ഞിടായിരുന്നു. തേങ്ങ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ അവിടെ ക്യൂ ആയിട്ട് നിൽക്കണം ഓരോരുത്തർ. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. നമുക്ക് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ടൈമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം. 5 മാൽവിനൊക്കെ കൂടെ വന്ന് റെഡിയായി നിൽക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ അവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ? അപ്പോൾ ഞാനും കഴിക്കട്ടെ കേട്ടോ. എൻ്റെ പ്ലേറ്റ് കിച്ചണിലിരിക്കുക, ഞാൻ എടുത്തുകൊണ്ട് എൻ്റെ പ്ലേറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പ്ലേറ്റ്സ് ഒന്നും കഴുകിയിട്ടില്ല. പ്ലേറ്റ്സ് ഒക്കെ കൂടെ കൊണ്ടിങ്ങനെ തള്ളിയിട്ടിട്ടുള്ളൂ വാഷ് ബേസിനിൽ. അപ്പോൾ അവിടെ വേഗം കറി ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾക്കിന്നൊന്ന് കടയിൽ പോകണം. അപ്പോൾ വേഗത്തിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കാലത്തേക്ക് കുക്ക് ചെയ്യാൻ പോകുന്നത് മീൻ കറി കേട്ടോ. ഞങ്ങൾ ഇന്നലെ മീൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ രോഹുവാണത്, രോഹു. അപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടിയും ഉപ്പൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വെക്കുന്നത്. പിന്നെ നമ്മളിന്ന് മാങ്ങ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മെയ് ജൂണിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. ഫ്രീസറിലായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ മാങ്ങ ഇട്ടുള്ള മീൻ കറിയാണ്. ഇവിടെ നമ്മുടെ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചത് നല്ലപോലെ ചൂടായി. എനിക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാട്ടോ ഒന്ന് ഉണ്ടാക്കുന്ന. ഓയിൽ ചൂടാകുമ്പോഴേക്ക് എനിക്ക് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തു. അപ്പോൾ ഓയിൽ ചൂടായി. നമ്മൾ സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. വേഗം തന്നെ കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ പ്ലേറ്റ്സുകളൊക്കെ കഴുകി വയ്ക്കാൻ. അതുപോലെ ചോറുണ്ടാക്കണം, തോരൻ ഉണ്ടാക്കണം. എന്നിട്ട് വേണം കടയിൽ പോകണമെങ്കിൽ. അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി സവോളയും ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി കിട്ടുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. സവോളയ്ക്കൊന്ന് വഴന്ന് കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇനി പയ്യെ മീൻകറിക്ക് വേണ്ട പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് മുളക് പൊടി. ഇനി ഞാൻ കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മീനിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. എങ്കിലും നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കാൻ പോകില്ലേ, അപ്പോൾ ഉപ്പിൻ്റെ കുറവ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മീനിന് മാത്രമുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന സമയത്ത് വീണ്ടും ഉപ്പ് നല്ലപോലെ കുറവ് വരും. അപ്പോൾ നമ്മളിട്ട മസാലയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ആദ്യം ഇട്ട് കൊടുക്കുന്നത് മാങ്ങ കേട്ടോ. കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയ് ജൂണിൽ എടുത്ത് സ്റ്റോർ ചെയ്ത മാങ്ങയാണ്. ഒരു കേടുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ കറികളിലും ചട്നിയിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ.
നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് ഞാനൊരു കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് 2ാം പാലാണ്. അപ്പോൾ 2ാം പാലിൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം. മാങ്ങയൊക്കെ ഒന്ന് കുക്കാവാൻ തുടങ്ങിക്കോട്ടെ. ഇപ്പോൾ ആ മാങ്ങയൊക്കെ ഒന്ന് ചെറുതായി കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇതിനകത്തേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്തായാലും ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ചേട്ടൻ തേങ്ങാപ്പാലൊക്കെ എടുത്തതുകൊണ്ട് വേഗത്തിൽ തന്നെ കറി വയ്ക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ നിന്ന് എനിക്ക് ഒത്തിരി സമയം പോയാലാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുറച്ച് സമയം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വയ്ക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വേഗം ഇനി പ്ലേറ്റ്സുകളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അരി കഴുകിയിടണം. ഉച്ചക്കാലത്തേക്ക് ചോറിന് അങ്ങനെ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2ാം പാലിൽ കുറച്ചുകൂടെ ബാക്കി വെച്ചായിരുന്നു, അതും ഒഴിച്ചായിരുന്നു കേട്ടോ. കുറച്ച് മുമ്പ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇറക്കി കൊടുക്കാനായിട്ട് തുറന്ന സമയത്ത് 2ാം പാല് ബാക്കിയിട്ടായിരുന്നു കൂടെ ഒഴിച്ചായിരുന്നു. ഇപ്പോൾ ആ മീൻ കുക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി 1ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒരു തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഇനി എനിക്ക് ചോറ് വയ്ക്കാനുണ്ട്, തോരൻ വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനിനി അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ നിന്ന് നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് കടയിലേക്കും കൂടെ പോകേണ്ട തിരക്കുണ്ട്. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. എങ്കിലും പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ അവർ ഫോളോ ചെയ്യാൻ മറന്നു പോകുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൈൻഡ് ചെയ്യുന്നത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.